പിന്നെ അടുത്തത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാതെ വേറൊരാളില്ല, ആരാധനക്കർഹനായി മറ്റാരുമില്ലാന്ന്. അപ്പൊ പിന്നെ കൃഷ്ണനും രാമനൊക്കെ പിന്നെ മാങ്ങ പറിക്കാൻ പോകും. വേറൊരാൾക്കാരെ മതല്ലടോ. അപ്പൊ നിങ്ങൾ ആ ദൈവങ്ങളെ അവഹേളിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ രാമനും ഇവിടെ ബ്രഹ്മാവും ഉള്ളപ്പോ നിങ്ങൾ 5 നേരം മൈക്ക് കെട്ടിയിട്ട് വേറെ ദൈവമൊന്നും ഇല്ല, അള്ളാഹു മാത്രമുള്ളൂ എന്ന് പറയുന്നത് തെണ്ടിത്തരല്ലേ? അത് പിന്നെ പറയാനുണ്ട്, ഹാർപ്പിക്കുക. വളരെ മോശം, വളരെ മോശം. ഇവിടെ യേശു ഉണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണു ഉണ്ട്, ശിവനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, എത്രയോ ആരാധ്യന്മാരുണ്ട്. അതിനിടയിൽ ഞങ്ങളുടെ ദൈവം മാത്രമാണ്, അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത് ശരിയാണോ? ആണോ? നോ 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 ശരിയാണോ? അങ്ങ് പറഞ്ഞ പോലെ അങ്ങനെ പറയൽ തെണ്ടിത്തരമാണോ? ഉറപ്പിച്ചല്ലോ, മാറ്റമൊന്നുമില്ലല്ലോ. അങ്കപ്പാറ് കണ്ണ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതൊക്കെ വിടാം. ഇത് പറഞ്ഞേച്ചേ, യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തൻ രക്ഷയില്ല. അന്തും ബന്ധം കാണിച്ചു, അന്തും ബന്ധുവൊന്നും പറയരുത്. യേശു മാത്രമാ നരകത്തിൽ പോകൻ. ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു രക്ഷകൻ. അള്ളാഹു ഇല്ല, ബ്രഹ്മാവില്ല, വിഷ്ണു ഇല്ല, ശിവനില്ല, ശ്രീകൃഷ്ണനുമില്ല. ഒരേ ഒരു രക്ഷകൻ. ആരാന്ന് കേട്ടല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെ പറയുന്നത് തെണ്ടിത്തരമാണ്. ഒരിക്കലും തെണ്ടിത്തരമല്ല, ഒരിക്കലും തെണ്ടിത്തരമല്ല. പക്ഷേ ബാങ്കിലൂടെ അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് അള്ളാഹുവാണ് ദൈവം എന്ന് ഉറച്ച നിലപാടിൽ വിശ്വസിച്ചാൽ, അത് പറഞ്ഞാൽ അപ്പൊ അത് തെണ്ടിത്തരാവും. ഒരു പ്രത്യേകതരം തെണ്ടിത്തരല്ലേ അല്ലേ? ബാക്കി സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മറ്റൊരുത്തൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, അറിയാമല്ലോ. ദൈവത്തിന്റെ മഹത്വം, യേശു മാത്രമാ ദൈവം, മറ്റൊരുത്തൻ രക്ഷയില്ല. അതേ, ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളെന്നാ പറഞ്ഞ. ഒരേ ഒരു രക്ഷകൻ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും വിശ്വസിക്കാനും പറയാനും ഒക്കെ ഈ രാജ്യത്ത് അവകാശമുണ്ടെന്നേ. ഭരണഘടനയിൽ അതിനുള്ള അനുമതിയുണ്ട്. ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാനും അതങ്ങനെ പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങൾ മാത്രം ബാങ്കിലൂടെ അവനവൻ വിശ്വസിക്കുന്ന അല്ലാഹുവാണ് ദൈവം എന്ന് പറഞ്ഞാൽ നിനക്ക് കുരുപൊട്ടു. എന്നാ പിടിച്ചോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷി വയ്ക്കുന്നു. കുരുപൊട്ടുന്നുണ്ടാ? കുരുപൊട്ടുന്നുണ്ടെങ്കിൽ അങ്കപ്പാറ് കണ്ട യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. കൂടെ വന്ന ആള് നിങ്ങളോടും പറയാ, യേശു താമേ പറഞ്ഞു കൊടുക്കണം, യേശു മാത്രമാ രക്ഷകൻ. നരകോവന്റെ ഒന്നുകൂടി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ, യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം ചെയ്യുന്നു. എന്നെ ഒരു കൂട്ടുന്നുണ്ടാ? കൂട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. കൂടെ വന്ന ആള് നിങ്ങളോടും പറയാ, യേശു താമേ പറഞ്ഞു കൊടുക്കണം, യേശു മാത്രമാ രക്ഷകൻ. നരകോവന്റെ സ്വർഗവും. ഇത് കേട്ടപ്പോൾ നിനക്ക് കുരുപൊട്ടിയില്ലല്ലോ. എന്നാൽ ബാങ്ക് കേൾക്കുമ്പോൾ നിനക്ക് കുരുപൊട്ടണ്ട. ഇനി അഥവാ കുരുപൊട്ടിയാൽ ഈ കൊച്ചു പിള്ളേർക്ക് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി ഈ ഡോക്ടർമാർ അവരുടെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗുളിക തിരുമ്പി വെക്കും. നീ ഒരെണ്ണം വാങ്ങി നിന്റെ പിന്നിൽ വെച്ചോളി, നിനക്ക് ഒരുവിധം സമാധാനം കിട്ടും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നിന്റെ അടുക്ക അതിൻ്റെ നല്ലൊരു ചികിത്സയുണ്ട്. കുൽഹുവല്ലാഹ് ഓതി ചെവിക്കൽ തീർത്ത് 3 കിട്ടിയാൽ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പിശാചിന്റെ ഈ 2 ചെവിയിൽ നിന്നും നീ എന്നെ സമീപിച്ചോളി. ഇവിടെ ഈ നാടിൻ്റെ ഗ്രഹാതുരത്വം എന്ന് പറഞ്ഞാൽ അറിയാമോ? പള്ളിയിലെ ബാങ്കും ക്ഷേത്രത്തിലെ പ്രഭാതഗീതങ്ങളും ചർച്ചിലെ മണിയുടെയൊക്കെ ഇതിൻ്റെയൊക്കെ സംഗമ ഭൂമിയാണ് ഈ നാടിൻ്റെ യഥാർത്ഥ വൈവിധ്യം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ മനുഷ്യൻ്റെ മനസ്സും അങ്ങനെയാണ്. ഒരു ബാങ്കിനെ മാത്രം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ സാധനം. ബാങ്ക് അതിന് നൂറ്റാണ്ടുകളുടെ വഴക്കമുണ്ട്. ആലപ്പുഴ നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു ക്രൈസ്തവൻ സംഭാവന കൊടുത്തു. എന്തിനാ കൊടുത്തതെന്നറിയോ? അയാൾ പ്രഭാതത്തിൽ ബാങ്ക് കേട്ടാണ് ഉണരുന്നത്. അതുകൊണ്ട് ആ ബാങ്കിനോടുള്ള സ്നേഹം കൊണ്ട് പള്ളി നിർമ്മിച്ചപ്പോൾ ഒരു ക്രൈസ്തവൻ ആ പള്ളിക്ക് സംഭാവന കൊടുത്തു. ഇതൊക്കെയാണ് ഈ നാടിൻ്റെ പ്രത്യേകത. ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അള്ളാഹു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്നൊക്കെ ഒരാൾക്ക് വിശ്വസിക്കാനോ അത് പറയാനൊക്കെ ഇവിടെ അവകാശമുണ്ട്. ഇത് ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും അതുപോലെ തന്നെ ബൈബിളിലുള്ളതും ഒക്കെ മാത്രമല്ല, സാക്ഷാൽ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നെന്താ? സ്വധർമ്മോ ശ്രേയസ്കരം പരധർമ്മോ ഭയാവഹ. സ്വധർമ്മോ, സ്വന്തം ധർമ്മം, ശ്രേയസ്കരം മഹത്തരമാണ്, എന്നാൽ പരധർമ്മോ ഭയാവഹ, മറ്റു ധർമ്മങ്ങൾ അത് ഭയം ജനിപ്പിക്കുന്നതാണെന്ന് ഗീതയും പറയുന്നുണ്ട്. അത് പറയാൻ അവകാശമുണ്ടെന്ന്, വിശ്വസിക്കാൻ അവകാശമുണ്ടെന്ന് എനിക്ക് വരെ പരിചയം പറയണ്ടേ.